ലീലാമണി, ഏയ് ലീലാമണി, ലീലാമണി, ഇവിടെ ഇവിടെ ഇവിടെ. അതെ ലീല. അതാരടി? നിന്റെ അച്ഛനാണ് ലീലാമണി? നിന്റെ പാപ്പന്നാടി ലീലാമണിയായിട്ട്? തന്തേനെയൊക്കെ ഇപ്പൊ ലീലാമണി എന്ന് വിളിക്കണല്ലേ? മണി, നീ ഒരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ? ഞാൻ കണ്ണനെ വെച്ചിട്ട് കണ്ണന്റെ ഫോട്ടോ ഒക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണേ, എന്റെ ഉമ്മ ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോ ലീലാമണി അത് ട്രോളിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു? അടുത്ത ഉടായ്പ് ഉമ്മ ഹോസ്പിറ്റലാണ് അത്ര. പണ്ടൊരു ഉടായ്പ് ഇറക്കി. അപ്പം എൻ്റെ ഉമ്മാനും ഉപ്പാനും ഹജ്ജിന് വിടാൻ വേണ്ടി ഹിന്ദുക്കളെ നിങ്ങൾ കണ്ണൻ്റെ ഫോട്ടോ വാങ്ങി എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പ് ഇറക്കി. പക്ഷെ അത് ഏറ്റില്ല, അത് ഇട്ട വഴി ചീറ്റിപ്പോയി. ഇതാ പുതിയ ഉടായ്പ്. ഇപ്പം കാശില്ല, ദാരിദ്ര്യം കുറച്ച് കൂടുതലാണ്. ഇപ്പം ആർഭാടിക്കാനായിട്ട് കാശില്ലാത്തത് കൊണ്ട് എൻ്റെ ഉമ്മ ആശുപത്രിയിലാണ്. ആ ആശുപത്രിയിൽ നിന്ന് ലക്ഷങ്ങളാണ് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ചികിത്സയ്ക്ക് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ഫോട്ടോ വാങ്ങിച്ചൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ ചികിത്സാ ചിലവ് നടത്താമെന്ന് പറഞ്ഞാൽ അടുത്ത ഊടായ്പ്. അല്ലാണ്ട് എവിടെ ഹോസ്പിറ്റലൊന്നും ഇല്ല, ചുമ്മാ തട്ടിപ്പ്. എനിക്കത് ഉപകാരത്തിലേക്കേ വന്നിട്ടുള്ളൂ. പിന്നെ എടി നിനക്കിപ്പോൾ എല്ലാം ഭയങ്കര ഉപകാരമാണെന്ന് ഞങ്ങൾക്കറിയാം. എടി തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ അങ്ങ് തള്ളു. എല്ലാവരും ലീലാമണിന്റെ വലുത് കൈയാണെന്ന്, കാരണം മുസ്ലിംസിന് വലുതാണേ ഇത് പറയാൻ കാരണം മറ്റൊന്നുമില്ല. ഒരുത്തൻ കിടന്നിട്ട് ഞാനൊരു പ്രമോഷൻ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്ത് ട്രോളിക്കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ആക്കിയിട്ടൊരു വീഡിയോ ചെയ്ത് അവന്റെ വിചാരം ഇത് കണ്ടുങ്ങാൻ ആരും എന്നെ സഹായിക്കൂല എന്നാ. അത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഡിലീറ്റും ചെയ്തു. അവന്റെ വിചാരം ഇത് കണ്ടുങ്ങാൻ ആരും എന്നെ സഹായിക്കൂല എന്നാ. അത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഡിലീറ്റും ചെയ്തു. കാരണം എനിക്ക് ആവശ്യം അതാണ്, ഒരു വീഡിയോ ചെയ്തു. അപ്പം അവൻ്റെ വിചാരം ആരും ഇത് കണ്ടിട്ട് അവളെ സഹായിക്കൂല എന്നാണ്. പക്ഷെ അവളത് ഒറ്റ ദിവസം കൊണ്ട് ഡിലീറ്റും ചെയ്തു. അതാണ് എന്തായിരുന്നു ആവശ്യം, ആ ആവശ്യത്തിനുള്ള തുക എനിക്ക് ഈ ഫോട്ടോ ആ വീഡിയോ അവിടെ കിടന്നു കഴിഞ്ഞാൽ ആ ഒറ്റ പ്രാവശ്യത്തെ ആവശ്യത്തിനുള്ള തുക കിട്ടി. അത് കഴിഞ്ഞാൽ ആ വീഡിയോ അവിടെ കിടക്കാൻ പാടില്ല. എത്ര വല്ലാത്ത ജാതിയല്ലേ. ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇത്താത്തയ്ക്ക് ഓർഡറുകളൊന്നും ഇല്ല. അതിന്റെ രോദനമാണ് ഈ കേൾക്കുന്നത്. നേരെ ഒരു കരച്ചിൽ പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? എനിക്കിത് കണ്ടിട്ട് ചെറുതായിട്ട് കരയുന്ന പോലെയാണ് തോന്നിയത് കേട്ടോ. ഇന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ലീലാമണി കാണണേ. അയ്യോ നീ ഇങ്ങനെ കരയില്ലേ, നിന്റെ ശബ്ദം ഇടറുന്നുണ്ടല്ലോ. ലീലാമണി തീർച്ചയായിട്ടും കാണും. നീ വിഷമിക്കാണ്ടിരി, നീ കരയാണ്ടിരി. ലീലാമണി കാണും. എന്താച്ചാല് നിന്റെ വിഷമം നീ ഇങ്ങനെ കരഞ്ഞു തീർക്കല്ലേ ജസ്ന. എന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഒരാള് ഹോസ്പിറ്റലിലേക്ക് ഫോട്ടോ ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത് ഇന്ന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ലീലാമണി കാണണേ. കാണും. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ല, എന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഒരാള് ഹോസ്പിറ്റലിൽ ഉമ്മ കിടക്കുന്നു, മോളിവിടെ കുത്തിയിരുന്നിട്ട് സങ്കടം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. വല്ലാത്ത ജാതിയല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ? ഉമ്മ അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എല്ലാവരും കുറേ കാശ് അയച്ചു കൊടുത്തിട്ട് ഒന്ന് സഹായിക്കണം കേട്ടോ. ഉമ്മ അത്യാവശ്യം നിലയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. നമ്മളിവിടെ ഇരുന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞ് കാശ് മേടിക്കുന്നു. എന്തല്ലേ? ആ ഉമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കൂട്ടിയിരിക്കുകയല്ല, ആ ഹോസ്പിറ്റലിലെ വീഡിയോ എടുത്ത് ഇടല്ല. ഇവിടെ ഇരുന്നിട്ട് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലാണ്, എനിക്ക് ആരെങ്കിലും കുറച്ച് പൈസ അയച്ചെന്നെ, എനിക്കിപ്പം തിന്നാൻ പൈസ ഇല്ല ഗൈസ്, എനിക്ക് ആർഭാടിക്കാനും ആഴ്ചയിൽ സ്വർണം വാങ്ങിക്കാനും ഡെയിലി എനിക്ക് പോയിട്ട് ഡ്രസ്സ് വാങ്ങിക്കാനും പൈസ ഇല്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ഒരാള് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട്. എന്റെ കർത്താവേ, ആർക്കും വരേപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. അത് ശരിയാ. എടി നിന്റെ ഉമ്മാക്കൊരു ഇൻഷുറൻസ് എടുത്തു വെച്ചൂടെ നിനക്ക്? 5 ലക്ഷം, 5 ലക്ഷത്തിലും കൂടുതൽ കിട്ടും. തൽക്കാലം നീ ഇങ്ങനെ കിടന്ന് നാട്ടുകാരോട് നാവിട്ടടിച്ച് തെണ്ടാതെ ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കി. ഞങ്ങളൊരു 2 ആഴ്ച മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ഇൻഷുറൻസ് ഉണ്ടായിരുന്നടി. അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു തക്കക്കേടില്ലാണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോരാൻ പറ്റി. കുറച്ച് കാശൊക്കെ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. എന്തായാലും മൊത്തം കുടുംബത്തിന് ഒരു പാക്കേജ് ഇൻഷുറൻസ് എടുക്കുന്നതാണ് നല്ലത്. അതാവുമ്പോൾ ഇങ്ങനെ നാട്ടുകാരോട് ഇടയ്ക്കിടയ്ക്ക് അയ്യോ എൻ്റെ ഉമ്മാക്ക് വയ്യ, അയ്യോ എൻ്റെ വാപ്പാനും ഉമ്മാനും ഹജ്ജിന് വിടണമെന്നൊന്നും പറഞ്ഞ് തെണ്ടാൻ നിൽക്കണ്ട. അത്യാവശ്യം ചികിത്സാ ചിലവെങ്കിലും നടക്കുമല്ലോ. നീ പോയിട്ട് ഒരു ഇൻഷുറൻസ് എടുക്കും. കാരണം അവിടുന്ന് പോരണമെന്നുണ്ടേ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ദൈവം വിചാരിക്കണം, ഡോക്ടർ വിചാരിക്കണം. മതമില്ലാത്ത എനിക്ക് ഇവിടെ ദൈവം
എന്ന് ചോദിക്കണ്ട, ഞാൻ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നു. ഒരു മതത്തിൽ നമ്പർ 1 തട്ടിപ്പുകാരി. ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം എനിക്ക് ഒന്നിൽ മാത്രം പറ്റൂല ഗൈസ്, എനിക്ക് 3 കൂടി വേണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ. വിശ്വസിച്ച് ജീവിക്കാനല്ല, 3 മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മുസ്ലിം വല്ലാത്ത ചതി കണ്ടുപിടുത്തായി മതസ്ഥയാണെന്നുള്ള രീതിയിലും അറിയപ്പെടുന്നില്ല. ഞാൻ ഒരു അപ്പൊ എന്തായാലും 3 കൂട്ടരുടെയും നല്ല പൂരപ്പാട്ട് നിനക്ക് കിട്ടുമെന്ന് അല്ല കിട്ടിയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ആരാ ഹിന്ദു മതസ്ഥയാണെന്നുള്ള രീതിയിലും അല്ലെ ഒരു ക്രിസ്ത്യൻ മതസ്ഥയാണ്. ഒരു കണ്ണനെ വരയ്ക്കുന്നുണ്ട്, ഹിന്ദു ആവൂല, ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് മുസ്ലിങ്ങളുടെ അടുത്ത് നിൽക്കൂല, അവരെ തെറി പറയിപ്പിക്കാനായിട്ട് നടക്കും. എന്നാൽ ക്രിസ്ത്യാനികളുടെ മതത്തിൽ പോയി അവിടെ ഒരു മെഴുകുതിരി കത്തിച്ചു കുരിശ് വരച്ചാലോ അവർക്കൊട്ട് വേണ്ടതാനും. ഇതാണിപ്പോൾ അവസ്ഥ, വെറും വേസ്റ്റ് എന്നുള്ള രീതിയിലും അറിയപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ഒരു ദിവസം മുസ്ലിമായിട്ടാണ് ജീവിക്കുന്നത് വെച്ചാൽ ഒരു ദിവസം ഹിന്ദു ആയിട്ട്, അടുത്ത ദിവസം ക്രിസ്ത്യനായിട്ട്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ തലയ്ക്ക് വെളിവില്ലാന്ന്? അതാണ് അങ്ങനെ അതാണ് നല്ലത്. നമുക്ക് എല്ലാരെയും ഉൾക്കൊള്ളാൻ പറ്റണം. നമ്മളോ ഇതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. ഇതിന് മറുപടി പറഞ്ഞാൽ ഞാനിവിടെ കിടന്ന് ചിരിച്ച് പണ്ടാറടങ്ങും. അതുകൊണ്ട് പറ്റൂല ഗൈസ്, ഈ വക പ്രാന്തിന് മറുപടി പറയാൻ പറ്റൂല. ഇവരാരും ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ചിലരൊക്കെ പറയുന്ന കേൾക്കാം മുസ്ലിം മതസ്ഥര് തീവ്രവാദികളാണെന്ന്. ചുമ്മാതാ. അത് ഞാൻ അത്രമേൽ എനിക്ക് എനിമികള് ഈ മുസ്ലിം മതസ്ഥരാട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിലേ അത് മറ്റു വെറുതെ അവർക്ക് അനുഭവങ്ങൾ പോലും ഉണ്ടാവില്ല. മുസ്ലിം മതസ്ഥരെന്തോ ചെയ്തോ, ഒരിക്കലും ചെയ്തിട്ടില്ല എന്ന് പറയും. എന്നാലും അവർ പറയും അവരങ്ങനെയാണ് ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ഹിന്ദു മതസ്ഥരെയും പറയും അവർ ഇങ്ങനെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്ക് എന്താ അനുഭവം ഉണ്ടോ? ഇല്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എല്ലാവരും ഈ പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ. അവനവന്റെ നേർക്ക് അനുഭവം വന്നിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ പോരെ. എന്തിനാണ് വെറുതെ ഒരു മറ്റൊരു മതത്തെ കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. അതെ, സ്വന്തം മതത്തിനെ സംഖ്യകൾക്ക് ഒറ്റിക്കൊടുത്തിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് നീ ഇങ്ങനെ വർഗീയത ഉണ്ടാക്കുന്നത്? അത് സ്വന്തം കൂട്ടക്കാരെ അവരെ പറയാത്തതൊന്നുമില്ല മുസ്ലിംസുകളെ. നാളോ മാനോ എളുപ്പമുണ്ടോടി നിനക്ക്? നിങ്ങൾക്ക് ഏതെങ്കിലും മതത്തിൽ നിന്നും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആ മതം ഇങ്ങനെ മോശമാണ്, അല്ലെ ആ മതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ചിരിക്കാനുണ്ട്, ഒന്നും മറുപടി പറയാൻ പറ്റൂല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പറയുന്നത്. എന്നെങ്കിലും പറയണം. ഈ തലയ്ക്ക് വെളിവില്ലാത്തോള് ഓരോന്നിരുന്ന് പറയണ കേട്ടിട്ട് ഇതിന് മറുപടി പറയാൻ പോയാൽ നമുക്കും കൂടി വെളിവ് കേട്, അല്ലെങ്കിൽ ഓളം വെട്ടാണെന്ന് ജനങ്ങൾ വിചാരിക്കും. ഇത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇന്ന മതക്കാര് തീവ്രവാദികളാണ്, ഇന്ന മതക്കാര് തീവ്രവാദികളാണെന്നൊക്കെ പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. നമ്മുടെ നേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നോ അപ്പം നമ്മൾ പറഞ്ഞാൽ മതി. ഞാൻ തന്നെ ഈ തട്ടം ഉപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ളതിന് കാരണമുണ്ടായിരുന്നു. ഈ തട്ടത്തിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർ എന്നെ ക്രൂശിച്ചിട്ടുണ്ട്. ഇപ്പൊ തട്ടിടാണ്ട് നിവൃത്തിയില്ല. കാരണം ഈ തട്ടം എന്ന് തലേന്ന് ഊരിയോ അന്ന് തുടങ്ങി ഫോട്ടോ വിൽപ്പന കുറഞ്ഞു. ഹിന്ദുക്കൾക്ക് വേണ്ട. തട്ടം ഇട്ടുകൊണ്ട് മുസ്ലിങ്ങളെ 2 എണ്ണം പറയുമ്പോഴാണ് ഈ സംഖ്യകൾ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ആഘോഷിക്കുള്ളൂ. അപ്പം തട്ടമില്ലാത്ത ചേച്ചിനെ ഇപ്പം ആർക്കും തട്ടമില്ലാത്ത താത്തേനെ ഇപ്പം ആർക്കും വേണ്ടാത്തത് കൊണ്ട് വീണ്ടും തട്ടമിട്ടുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങിയൊക്കെയാണ്. തലയ്ക്ക് വെളിവില്ലാത്തത് കൊണ്ടാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ക്രൂശിച്ച് ഞങ്ങളുടെ ജീവൻ തന്നെ പോവും എന്നുള്ള നിലയിലായപ്പം ഞാൻ തട്ടം ഉപേക്ഷിച്ചു. തട്ടം ഉപേക്ഷിച്ചപ്പം എന്താ പറയാ, നമ്മൾ അപ്പൊ പിന്നെ എന്തിനാ ഇപ്പൊ തട്ടമിട്ട് വന്നിരിക്കുന്നത്? വിശാലമായിട്ട് ഒരു കിളിയെ കൂട്ടിലിട്ട കിളിയേക്ക് ഒരു കൂട് കിളിക്കിപ്പ കൂട് തുറന്ന് പറന്ന് മതിയായി. അപ്പൊ വീണ്ടും കൂട്ടി കയറി കൊടുത്ത പോലെയായി. സുഖസുന്ദരമായിട്ട് പറക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എന്ത് പറക്കാൻ പറ്റുന്നില്ലേ? ചിറക് തളർന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ചിറക് അരിഞ്ഞോ? വീണ്ടും എന്തിനാ തട്ടമിട്ടോണ്ട് കൂട്ടിക്കേറിയത്? ആ പറക്കല്ലേ കിളി നിങ്ങൾക്കറിയാം, ഒരു
എൻ്റെ കിളിക്ക് വല്ല വെളിവുണ്ടോ? കിളിയെ കൂട്ടിലിട്ട ആ കൂടിന്റെ ചുറ്റുപാടും മാത്രമേ കിളി കാണുന്നുള്ളൂ. ആ, ഒരു കൂട്ടിലിട്ട കിളി, ആ കിളിയുടെ തട്ടൊക്കെ വാരി വലിച്ചെറിഞ്ഞിട്ട് കിളി ഇറങ്ങി പറന്നുപോയി. ലാസ്റ്റ് ഇപ്പൊ കിളി പറന്ന് കൂട്ടിലിട്ട കിളീനെ കാണാനേ ആളുള്ളൂ. പറന്നുപോയ കിളീനെ കാണാൻ ആളില്ലാത്തത് കൊണ്ട് കിളി വീണ്ടും കൂട്ടിൽ വന്നു. അങ്ങനെ കരുതാൻ പറ്റുള്ളൂ. പക്ഷെ കിളിനെ തുറന്നു വിട്ടാൽ ആ ലോകം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചു പുറത്തേക്ക് ഇറങ്ങി വന്നപ്പം എനിക്ക് എല്ലാ മതത്തെയും ഉൾക്കൊള്ളാനും പറ്റുന്നുണ്ട്. എല്ലാ മതത്തെയും ഉൾക്കൊണ്ടു, എല്ലാം റെഡിയായി. പക്ഷെ തട്ടമില്ലാത്ത ജസ്നേനെ ഇപ്പൊ സംഖ്യകൾക്ക് വേണ്ടാത്ത അവസ്ഥ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അതാ, നിങ്ങൾക്ക് ഇഷ്ടണ്ട ചെയ്താൽ കിട്ടോ. എനിക്ക് നിങ്ങളോട് അതാ പറയാനുള്ളത്. ഒരു മതത്തെ മാത്രം നിന്ന് എടി, നീ നിന്റെ ഈ വീഡിയോന്റെ ഇടയിൽ പോയിട്ട് നിന്റെ കമന്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കിയേ. എൻ്റെ ഈ കമന്റ് വായിച്ചാൽ തന്നെ നല്ല ഒന്നൊന്നര കോമഡിയാണ്. ചിരിച്ച് പണ്ടാറടങ്ങി. കുറ്റം പറയുന്നേക്കാട്ടിലും ആ മതത്തെയും കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കാം. എന്നാ പിന്നെ ഇവിടെ ഒരു പ്രശ്നങ്ങളും. എടി, ഏതിലെങ്കിലും ഒന്നിലുറച്ച് നിൽക്കുന്നേ. ഇങ്ങനെ 3 കൂടി വാരി എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടപടി ആവില്ല മുത്തേ. എവിടെയെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാൻ നോക്ക്. അല്ലാതെ നമുക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. അത്രമാത്രം. ഇപ്പം എന്തായാലും 1.5 വർഷമായിട്ട് നീ ഭയങ്കര സുഖസുന്ദരത്തിലാണ് ജീവിക്കുന്നതെന്ന് നിന്റെ വീഡിയോ കണ്ടാലറിയാം. നല്ലോണം ബാധിച്ചിട്ടുണ്ട് നിന്നെ. ഇനി നീ എന്തൊക്കെ ഇടപെടുത്ത് വന്നാലും നീ കേരളത്തിന് വെറും വേസ്റ്റാടി. നിങ്ങളും ചെയ്ത് നോക്കി. നിങ്ങൾ ഇങ്ങനെ നായികക്ക് 140 പ്രാവശ്യവും ഇങ്ങനെ മറ്റൊരു മതത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്ന ഇങ്ങനെ ചാളി വാരി എറിയാ. അതിനെക്കാട്ടും നല്ലത് സ്വന്തം മതത്തെ എന്തായാലും നമ്മളൊന്നും ചളിവാരി എറിഞ്ഞിട്ടില്ല. പക്ഷെ അതും ചെയ്തിട്ട് വന്നിട്ടാണ് ഈ വേദാന്തം പറയുന്നത്. ആ മതത്തിലുള്ള ആൾക്കാരെ, ആ മതത്തിന്റെ വിശ്വാസത്തെയും നമുക്കും കൂടി അംഗീകരിക്കാൻ പറ്റിയാൽ ഒരു പ്രശ്നമില്ലാതെ ജീവിക്കാൻ പറ്റൂലേ. എനിക്കിപ്പം അതെ, ഞാനിങ്ങനെ അന്യമതത്തിലെ ഈ ഒരു ഫോട്ടോ ഇപ്പം മുമ്പ് വരച്ചിരുന്നു. ഇപ്പം വര കുറവായതുകൊണ്ട് എനിക്കിങ്ങനെ 3 എണ്ണത്തിനെയൊക്കെ ചേർത്ത് പിടിച്ച് പോകുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. പറയുന്നതിനെന്താ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ കുറച്ച് ലീലാമണികൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. ആരടി ലീലാമണി? നിന്റെ തന്തയാണോ? ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ എന്താന്ന് ചിന്തിക്കുന്നതെന്നറിയോ? ഇതിനു മുമ്പ് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നിങ്ങളോട് പറയാൻ ഞാൻ മറന്നു. ഇവളുടെ തന്തേനെ ലീലാമണി എന്ന് വിളിക്കുന്നേ. അതാണ് ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുതേ. ഈ മൈജി ഷാജിക്കായേക്ക 1 കോടി 1.5 കോടിയൊക്കെ കൊടുത്തിട്ട് ഈ മഞ്ജു വാര്യരെയും മോഹൻലാലിനെയൊക്കെ പരസ്യത്തിന് നിർത്തുന്നുണ്ട്. അപ്പൊ പിന്നെ മൈജിയുടെ ഷാജിനോട് നിനക്ക് പറഞ്ഞൂടെ എന്തിനാണ് ഈ 1.5 കോടി കൊടുത്തിട്ട് ഈ മഞ്ജു വാര്യരെ വിളിക്കുന്നത്? 1 ലക്ഷം 1.5 ലക്ഷത്തിന് ജസ്ന വരാന്നൊന്ന് പറഞ്ഞു നോക്കടി. അപ്പൊ എനിക്ക് 1.5 കോടി പോയിട്ട് 1 ലക്ഷം റുപ്യ പോലും ഈ പരസ്യത്തിന് വേണ്ടിയിട്ട് മുടക്കാൻ നമ്മുടെ കൈവശല്ലേ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇതേപോലുള്ള ലീലാമണികളെ ഒന്ന് പേരുകേറ്റി വിട്ടാ മതി. അത്രേ ഉള്ളൂ. അവിടെ ഇരുന്നിട്ട് ഒരു സ്ക്രൂ അങ്ങോട്ട് ചെറുതായിട്ട് മുറുക്കി കൊടുക്കുക. പക്ഷെ ഇപ്പൊ പിരി വെട്ടി പോവുക. സ്ക്രൂ പണ്ടത്തെ പോലെ മുറുകുന്നില്ല. അധികം പബ്ലിസിറ്റി കിട്ടും. നമ്മുടെ പ്രൊമോഷൻ വീഡിയോ ഒരുപാട് പബ്ലിസിറ്റി നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഇനിയും കിട്ടും താനും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു പിരികൾ അങ്ങ് മുറുക്കിക്കോളൂ. പബ്ലിസിറ്റി വേണ്ടേ? അവരങ്ങ് ചെയ്ത് തന്നേക്കും. ആ ഒരു കാരണത്താല് ജസ്നി ആരാണെന്ന് അറിയാന് ഓളെന്താ പറഞ്ഞെന്നറിയാം. ആരാ എല്ലാരും അറിഞ്ഞില്ലേ ആരാണെന്ന്? ഇനി കൂടുതൽ അറിയണ്ടല്ലോ അല്ലേ? ഞാൻ ഒക്കെ അവന്മാര് എന്റെ ചാനലിൽ കേറി നോക്കും. എല്ലാരും ഈ ലീലാമണിന്റെ വീഡിയോ കാണുന്നോലൊക്കെ എന്റെ ചാനലിൽ ഒന്ന് വന്ന് നോക്കും. അപ്പൊ എന്തായി നമ്മക്കും ഒരു ബെനിഫിറ്റ് അവിടെ ഉണ്ടായി. അപ്പൊ ഈ ലീലാമണി നമുക്ക് അവിടെ കുറച്ച് റീച്ച് വരും. മറ്റേ എന്താ പറയാ, ലീലാമണി ഇവിടെ തന്തയുടെ ചാനലിന് കുറച്ചധികം വ്യൂസ് ഉള്ളതുകൊണ്ട് അത് കാണുന്ന എല്ലാവരും വന്നിട്ട് ഇവിടെ ചാനലിൽ കയറി നോക്കും. അപ്പൊ അതിന്റെ ചെറിയൊരു അംശം ഇവൾക്കും കിട്ടും. അതാണ്. നിങ്ങളൊക്കെ എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഈ വരുന്ന തെറികളും നെഗറ്റീവ്സും ഒക്കെ ഇവൾക്ക് പ്രമോഷനാണ് ഗായ്സ്. അതുകൊണ്ട് ലീലാമണി കേൾക്കുന്നില്ല. ലീലാമണി അല്ലെങ്കിൽ നിനക്ക് പോത്തിന്റെ തൊലിക്കെട്ടിയായ കാരണം ഒന്നും ഏക്കൂലെന്നറിയാം. പിന്നെ നീ ഇങ്ങനെ തന്തേനെ വന്നിട്ട് പരസ്യമായിട്ട് ലീലാമണി എന്നൊക്കെ വിളിക്കുന്നത് മോശമല്ലേടി? നല്ലതാണോ അത്?
ലീലാമണിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ലീലാമണിനെ 4 ആളോട് കാണണ്ടേ? താത്തയ്ക്ക് ഗുരു പൊട്ടി ഒലിച്ച്, അതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എനിക്കൊന്നേ പറയാനുള്ളൂ, ജസ്റ്റ് തട്ടമിട്ടോ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നവരോട് അല്ല, ഒന്ന് മാറി നിന്ന് തുള്ളുക. കാരണം എന്താണെന്നറിയോ, അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. തട്ടമിട്ടു എന്നും പറഞ്ഞുകൊണ്ട് വാക്കിന് വ്യവസ്ഥയില്ലാണ്ട് നീ ഇടുക കാണിച്ചു വരുമ്പോൾ ജനങ്ങൾ പറയും. അപ്പം നീ ഒന്ന് മാറി നിന്ന് അങ്ങോട്ട് മാറി നിന്ന് കരയുക. ഇതുപോലെ കരയാതെ കരഞ്ഞിട്ട് ഉള്ളിൽ കരച്ചിലടക്കി പിടിച്ചിട്ട് ഇതുപോലെ വന്ന് എന്താ പറയുക, ഛർദ്ദിക്കരുത്. മാറി നിന്നിട്ട് നല്ല ഒന്ന് അന്തസ്സായിട്ട് പൊട്ടിക്കരയടി മോളെ. ആ ഉള്ളിലെ വിഷമമൊക്കെ അങ്ങ് മാറും, കുറച്ചൊരു സമാധാനം കിട്ടും. അതല്ലേ നല്ലത്. ചൂടാ, കാറ്റും കൂടും കയറണേ, ഇല്ലേ ശ്വാസം മുട്ടി ചത്തൂന്നേ. ഈ തട്ടോട്ട് എങ്ങനെയാ കാറ്റ് കയറണ്ടേ, നിനക്ക് പറക്കണ്ടേ. അപ്പം മോളൊരു കാര്യം ചെയ്യും, മാറി നിന്ന് അങ്ങോട്ട് ഒന്ന് പൊട്ടിക്കരയി. അതിൻ്റെ ആ വിഷമം മുഖത്ത് കാണുന്നുണ്ട്. അതാണ് നിനക്ക് നല്ലത്.